ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഓർമ്മയുണ്ടോ അത്? ഉണ്ടോ? ഓക്കെ, എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഒരു കേരളത്തിന്റെ പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താണ്? നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതെന്ത് പറഞ്ഞു? മധുരം മധുരം മലയാളം അല്ലെ? മലയാളത്തിന് മധുരമാണ് മലയാളം എന്ന് പറഞ്ഞു അല്ലെ? നെക്സ്റ്റ് നമ്മള് വള്ളം. ശ്രദ്ധിക്കുന്നുണ്ടോ എഴുതേണ്ടത് എങ്ങനെയാണെന്ന്? വള്ളം അല്ലെ? രണ്ടില ഉള്ള കൂട്ടക്ഷരമായ ഉള്ള അവിടെ വരുന്നുണ്ട് അല്ലെ? ഓക്കെ, നമുക്ക് ചിഹ്നങ്ങളും പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം വള്ളി, പിള്ള, തുള്ളി, മുള്ള് ഇതൊക്കെ എഴുതുമ്പോൾ നമ്മൾ കൂട്ടക്ഷരവും അതായതാണ് കൂട്ടക്ഷരവും അതുപോലെ തന്നെ ചിഹ്നങ്ങളും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ? നമുക്ക് ചിഹ്നങ്ങളൊന്നും നോക്കാം കേട്ടോ, പേടിക്കണ്ട ആരും. പിന്നെന്താ പറഞ്ഞത്? അടുത്ത പാട്ട് എന്താണ് നമ്മൾ പഠിച്ചത്? കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു തിത്തൈ തകതെയ്തോ, കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തൈ തകതെയ്തോ, പൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം, ഓ ദിത്തിത്താരാ ദിത്തിത്തൈ ദിത്തൈ തകതെയ്തോ അല്ലെ? അതാണ് നമ്മൾ പഠിച്ചത്. പിന്നെ അവിടെ കുറച്ച് വാക്കുകളൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെ? പിള്ള, വള്ളി, തുള്ളി, മുള്ള് അല്ലെ? ഇത്രയും വേർഡ്സുകള് കോളത്തില് എഴുതിയിട്ടുണ്ട് അല്ലെ? അത് നിങ്ങൾ എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഹോംവർക്ക് തന്നെ എന്തായിരുന്നു? മധുരം അല്ല, കേരളം, മധുരം, പിന്നെന്താ? മലയാളം. ഈ 3 വാക്കുകൾ ഒരുപാട് കുട്ടികൾ, എല്ലാ മക്കളും അല്ലെ, ഓൾമോസ്റ്റ് എന്താ പറയാ 90% കുട്ടികളും മിസ്സിന് അയച്ചു തന്നിട്ടുണ്ട്. അതിൽ കുറച്ച് കള്ളന്മാരിലും ഉണ്ട് അല്ലെ? കുറച്ച് പേര് മിസ്സിന് അയച്ചു തന്നില്ല. എഴുതാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവും അല്ലെ? അതുകൊണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ ആൽബർട്ടിന് എന്തോ പറയാനുണ്ടല്ലോ. എന്താ ആൽബർട്ടെ? പ്ലീസ് മ്യൂട്ട് അല്ല അൺമ്യൂട്ട് ചെയ്തേന്നേ മോൻ. ആൽബർട്ട് എന്തോ കൈപൊക്കിയല്ലോ. അൺമ്യൂട്ട് ചെയ്തോ ആൽബർട്ടെ, നിങ്ങൾ പറയാനുണ്ടെങ്കിൽ. ഇല്ലേ? ഓ, നെക്സ്റ്റ് ആർക്കെങ്കിലും ഉണ്ടോ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ ആൽബർട്ടിന്? പറഞ്ഞോ. ആൽബർട്ടിനെ ആ പാട്ട് പാടണമെന്നുണ്ടോ? യെസ്, എന്നാ പാടിക്കോളൂ. പട്ട് വേണം, കൂടൽ വേണം, കുരവ വേണം, ഓക്കെ, വെരി ഗുഡ്. സൂപ്പറായി പാടിയിട്ടുണ്ട് അല്ലേ? കൊറേ പേര് പാടാൻ ബാക്കിയുണ്ടോ ഇന്ന് അന്ന്? ആർക്കാ പാടേണ്ടത്? നസീം മുഹമ്മദിന് അല്ലേ? നസീം, നസീം പ്ലീസ് അൺമ്യൂട്ട് നസീം. പറയാനുണ്ടോ? അയക്കാൻ മറന്നതാണ്. കുഴപ്പമില്ല, എഴുതിനല്ലേ? സാരമില്ലപ്പ, നിങ്ങൾ കുഞ്ഞു മക്കളല്ലേ, ഒരു ദിവസം കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ ഇനി താമസിക്കാൻ പാടില്ല കേട്ടോ, എല്ലാ മക്കളും എഴുതണേ. ഓക്കെ, അപ്പൊ പാട്ട് പാടുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ഇനി എല്ലാവരും വായിച്ചോ പാട്ട്? ഇല്ലല്ലോ. ഇനി ആരാ ചൊല്ലാനില്ലേ? കഴിഞ്ഞ ക്ലാസ്സില് സർഗ സഹിറ്റ് ചൊല്ലിട്ട. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ സർഗ സഹിറ്റ്? സർഗക്കുട്ടി കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലല്ലോ. സർഗയുടെ സൗണ്ട് ഇവിടെ കേൾക്കുന്നില്ല. ആൻഡ്രോസ് ജിയോ. ഓ, സർഗ കേൾക്കുന്നില്ല മോളെ.
ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? ഇവിടെ ഭവികയുണ്ട്. ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. സർഗക്ക് സൗണ്ട് കേൾക്കുന്നില്ല. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആ എന്താണ് പറഞ്ഞോ. ആ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഭവിക. കണ്ടോ എല്ലാവരും? ഒരു ക്ലാപ്പ് കൊടുത്തേ ഭവിക കുട്ടിക്ക്. അല്ലേ, ഒരു വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട് അവള്. ഓക്കെ, നെക്സ്റ്റ് ആരാ? ഇഷാൻ ഇവിടെ കൈവക്കുന്നുണ്ട്. ഇഷാൻ പഠിക്കോ ഇഷാൻ? കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേതകതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തേതകതേതോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തിത്തരതിത്തേതകതേതോ. വെരി ഗുഡ്, വെരി ഗുഡ്. ദേശാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഹോംവർക്ക് എന്തായിരുന്നു? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് കേരളം നോട്ട്ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളം, മധുരം, മലയാളം, ആ 3 വേർഡ്സ്. ഞാൻ കേട്ടില്ലായിരുന്നോ? എത്ര രക്ഷ? ആ ഒരു പേജിൽ മിസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുകളിൽ കേരളം, മധുരം, മലയാളം എന്ന് 3 ആ ഒരു വരിയിൽ തന്നെ എഴുതുക. 5 ലൈൻ നല്ല സ്കൈൽ വെച്ച് വരച്ച് അതിൽ ഫുൾ എഴുതുക. ഓക്കെ, കുഴപ്പമില്ല. മെല്ലനെ എഴുതിയിട്ട് മിസ്സിനൊന്ന് സെൻഡ് ചെയ്തേ. ഓക്കെ, ഇവിടെ ഗോഡ്വിൻ ഉണ്ട്. ഗോഡ്വിൻ വായിച്ചു. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേതകതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തേതകതേതോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്തരതിത്തേതകതേതോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഗോഡ്വിന് നന്നായി പാടി അല്ലേ? നെക്സ്റ്റ് ആരാ? ആരോമലിത. ആരോമൽ. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേതകതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തേതകതേതോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തിത്തരതിത്തേതകതേതോ. ഓക്കെ, വെരി ഗുഡ്. ആരോമൽ നന്നായി പാടിയിട്ടുണ്ട് അല്ലേ? ഇനി ആർക്കാ പാടാനില്ലേ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് കേട്ടോ. ഏഞ്ചൽ മെരിയ ലെവലിൽ വിളിച്ചു വരാം കേട്ടോ. കൊച്ചു പെണ്ണെ വരാവൾക്കാനാലു വേണം ഒരാങ്ങൾ വേണം വിദേശ ഞങ്ങൾ. ഓക്കെ, അത് കുറച്ചുകൂടി ഉണ്ട് ആ പാട്ട്. അതാണ് മുഴുവൻ പാടിയത് ഏഞ്ചൽ അല്ലേ? നമ്മൾ പഠിക്കുന്ന ലൈൻസ് അല്ലാതെ കുറച്ച് വരികളും കൂടി ഉണ്ട് അല്ലേ? നെക്സ്റ്റ് ആരാ? അയോൺ സബിൻ. കുട്ടനാടൻ തുഞ്ചയിലെ തിത്തേതകതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തേതകതേതോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തിത്തരതിത്തേതകതേതോ.
Okay, very good. കാശിനാഥ്. കുട്ടനാടൻ കൊച്ചുവെണ്ണെ കുളിരാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം Okay, very good. Next, ധനലക്ഷ്മി. കുട്ടനാടൻ പുഞ്ചായിലെ തിത്തൈതകതൈതേതോ കൊച്ചു പെണ്ണെ കുഴിലാളെ തിത്തൈ തകതേതോ കൊട്ട് വേണം കുഴൽ വേണം കുരവ വേണം ഓ തിത്താരോ തിത്തൈതകതേതോ. Okay, very good. എല്ലാരും നന്നായി പഠിച്ചിട്ടുണ്ടേ. അഡോൺ. അഡോൺ കേൾക്കുന്നില്ലേ? ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേര്. പഠിക്കോ മോൻ? കേൾക്കുന്നില്ല അഡോണി? പാടുന്നുണ്ടോ? ഇവിടെ സൗണ്ട് ഇല്ലല്ലോ മോനെ. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അഡോൺ പാടുന്നത്? ഇല്ല. ക്ലിയർ ഇല്ലല്ലോ മോനെ. നെക്സ്റ്റ് ഗൗരി നന്ദ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാളെ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓതിത്തിത്തൈതകതൈതോ. വെരി ഗുഡ്. നെക്സ്റ്റ് ദേവപ്രിയ. പഠിക്കോ? മ്യൂട്ട് ആയടാ. പ്ലീസ് അൺമ്യൂട്ട് ദേവപ്രിയ. ദേവപ്രിയ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. കേൾക്കുന്നില്ല, മ്യൂട്ടായിട്ടാ ഉള്ളത്. ദേവപ്രിയ മ്യൂട്ടാണ് മോള്. അൺമ്യൂട്ട് ചെയ്തേ. കേൾക്കുന്നില്ലേ? ദേവപ്രിയ അൺമ്യൂട്ട് ചെയ്യുന്നില്ല. അൺമ്യൂട്ട് ചെയ്തേ മോളെ. കുട്ടനാടൻ പുഞ്ചയിലെ ദിത്തേതകതേതോ കൊച്ചു പെണ്ണെ കുയിലാണ് ദിത്തേതകതേതോ കുടൽ വേണം കുടവ വേണം ഓ ദിത്തിത്താരോ ദിത്തേതകതേതോ. Okay, very good. Next, ഋതുദേവ് CK. ഋതുദേവ്. പുഞ്ചയിലെ ദിത്തേതകതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ ദിത്തേതകതേതോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ Okay, very good, ഋതുദേവ്. Next, സമജ്ഞ. കുട്ടനാടൻ പുഞ്ചയിലെ ദിത്തേതകതേതോ കൊച്ചു പെണ്ണെ കുയിലാളെ ദിത്തേതകതേതോ കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തേതകതേതോ. Okay, next, ഗാത്രി. ഗാത്രി.
കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ദിത്തിത്തര ദിത്തിത്തേ ദിത്തേ തകതേതോ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ദൃശ്യ. ദൃശ്യ മാം പഠിക്കോ ദൃശ്യ? മാം യെസ് പറഞ്ഞോളൂ മോളെ. കൊച്ചുവെണ്ണ കൊട്ടുവേണം കുഴൽ വേണം കുരുവ വേണം ഓ തിത്തിത്തര തിത്തേ തകതേതോ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ശ്രീഷ്ണ. മാം ദൃശ്യൊക്കെ എന്തോ പറയാനുണ്ടല്ലോ ദൃശ്യ. മാം പറഞ്ഞ മോളെ എന്താണ്? ഓൺലൈൻ നോട്ട്ബുക്കിലാണ് അതുണ്ട്. നോട്ട്ബുക്ക് നോട്ടിൽ എഴുതണം മോളുടെ. 2 ലൈൻ ബുക്കില് ചൂലൻ അല്ല അല്ല 2 ലൈൻ 2 ലൈൻ ബുക്ക് ഉണ്ട് അത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ശ്രീഷ്ണ. കോപ്പിയാണ് ആ കോപ്പി ബുക്ക്. കോപ്പിയാണ് കോപ്പി ബുക്ക് ഇല്ലേ അത് തന്നെ 2 ലൈൻ ബുക്ക്. പിന്നെ അക്ഷരദീപം ബുക്കിൽ മിസ് പറയാറുണ്ടല്ലോ അത്. ഓക്കെ അതിലുള്ളത് മാത്രം എഴുതിയാൽ മതി. ഓർത്തു. അടുത്താരാ? എവിടെ? ഞാൻ ശ്രീഷ്ണനെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ശ്രീഷ്ണ അൺമ്യൂട്ട് ചെയ്തില്ലേ? പാടിക്കോ. കേൾക്കുന്നില്ല ശ്രീഷ്ണക്കുട്ടി. കേൾക്കുന്നില്ല. മോള് പാടിയേ നോക്കട്ടെ. ഉറക്കെ ഒന്ന് പാടിയേ. ഇല്ല, എന്തോ സ്പീക്കറിന്റെ പ്രശ്നമുണ്ട്. സ്പീക്കറിന്റെ പ്രശ്നമുണ്ട്. നേരത്തെ നമ്മുടെ സർഗ പാടും പോലെയുള്ളത്. നന്നായി ഒച്ചത്തെ പാടുന്നുണ്ട്. കേൾക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ആദൽ സിറില്. അയ്യോ ശ്രീഷ്ണ പാടുന്നുണ്ട്. കുട്ടനാടൻ പൂഞ്ചയിലെ തിത്തൈ തകതൈതൈതോ കൊച്ചു പെണ്ണെ കുയിലാളെ തിത്തൈ തകതൈതൈതോ കൊട്ടു വേണം കുഴൽ വേണം കുറവ വേണം ആ ദിത്തിത്തല ദിത്തിത്തൈ തിത്തൈ തകതൈതൈതോ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഷംന ഷെറിൻ. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. നെക്സ്റ്റ് മുഹമ്മദ് സാദ്. കുട്ടനാടൻ കൊണ്ട് കൊച്ചു പെണ്ണ് കുയിലാണ് തെറ്റേതോ കൊട്ടു വേണം കുയിൽ വേണം കുരുവൽ വേണം ഓ ഓക്കെ സാർ വെരി ഗുഡ്. നെക്സ്റ്റ് പാർവണ. കുറേ പേര് കുട്ടനാടൻ പുഞ്ചായിലെ തിത്തേതോ കൊച്ചു പെണ്ണെ കുയിലാടെ തിത്തേതോ കൊട്ടു വേണം കുയൽ വേണം തിത്തേതോ. ഓക്കെ വെരി ഗുഡ് പാർവണ. നെക്സ്റ്റ് ലക്ഷ്മി അഭിലാഷ്. ലക്ഷ്മി കുട്ടി പാടി മോളെ വേഗം. പാട്. കുട്ടനാടൻ പുഞ്ചയിലെ തിത്തേതോ കൊച്ചു പെണ്ണെ കുയിലാടെ തിത്തേതോ കൊട്ടു വേണം വേണം കുഴവ വേണം ഓ തിത്തിത്താര തിത്തേ തകതേതോ.
ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ? അർജുൻ രാജേഷ്. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാണ് കുട്ടുമണം കോരുമണം വേണം. ഓ തിത്തിത്തോ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഇലോൺ ഉല്ലാസ്. ഇലോൺ. കന്നഡ പുഞ്ചരിലെ തിത്തൈതോ കൊച്ചു പെണ്ണെ കുയിലാട തിത്തൈതോ കൊട്ടു വേണം കോഴ വേണം വേണം ആ തിത്തത്തറ തിത്തൈ തിത്തൈതോ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഷൻസ ഫാത്തിമ. ഷൻസ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. ഷൻസ പോയോ അവിടുന്ന്? ഷൻസ വരുമ്പോഴേക്ക് ഒരാൾക്ക് കൊടുക്കാം അല്ലെ? അഭിരാമി സജിത്ത്. അഭിരാമി. കുട്ടനാടൻ പുഞ്ചയിലേതോ കൊച്ചു പെണ്ണെ കോയിലാളേതോ കൊട്ട് വേണം കുരൽ വേണം കുരവ വേണം ഓ ദിത്തിത്താരോ. ഓക്കെ വെരി ഗുഡ്. നെക്സ്റ്റ് ഷൻസ. അവിടെ ഉണ്ടോ ഷൻസ? ഷൻസ where are you going? താങ്ക് യു. ഷൻസനെ കിടുന്നില്ല. നെക്സ്റ്റ് പ്രിയങ്ക. പ്രിയങ്ക പാടിയ മോളെ. കേൾക്കുന്നില്ലല്ലോ. അക്സബ്. അക്സബ് പാടിക്കോ. അക്സബേ. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാണ് കൊട്ടു വേണം കുഴൽ വേണം കുരവ വേണം ഓ ഓക്കെ നെക്സ്റ്റ് ജസ്വൽ ബിനു. കുട്ടനാടൻ പുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുയിലാണ് വേണം ഓക്കെ നെക്സ്റ്റ് നൈജൽ. ഇന്ന് കഴിയില്ലല്ലോ നമ്മുടെ മക്കള് പാടിയിട്ടല്ലേ. നൈജൽ വേഗം അൺമ്യൂട്ട് ചെയ്ത് പാടിയേ. നൈജൽ അൺമ്യൂട്ട് ചെയ്യുന്നില്ല അല്ലേ? അഡോൺ ജോസഫ്. അല്ല അലോൺ ജോസഫ്. കൊച്ചു പെണ്ണെ കുയിലാടെ തിത്തേതോ കുരവ വേണം. ഓക്കെ വെരി ഗുഡ്. അന്ന ഗ്രേസ്. അന്ന ഗ്രേസ് പാടുന്നുണ്ടോ അന്ന? അന്ന
അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിഹ്നങ്ങൾ പഠിക്കാം അല്ലെ. അപ്പൊ എന്താണ് ചിഹ്നങ്ങൾ മക്കളെ? ഏതാ ചിഹ്നങ്ങള് ക്രിസ്റ്റോ? ഷാമിലെ ഏതാ ചിഹ്നങ്ങൾ? ഷാമിലെ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. ചിഹ്നങ്ങൾ ഏതൊക്കെയാണ്? നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. അതായത് UKG പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? ഷാമിന്റെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആരാ പറയുന്നേ? ഏതാ ഈ ചിഹ്നങ്ങള്? അക്സബേ ഏതൊക്കെയാ ചിഹ്നങ്ങള്? ചിഹ്നങ്ങള് ആ ഇല്ലത് അത് എങ്ങനെ എഴുതും നമ്മള്? കായാണെങ്കിൽ എങ്ങനെ എഴുതും? കാ അങ്ങനെ തന്നെ. കാ കീ കൂ അതായത് സ്വരങ്ങളുടെ കൂടെ വ്യഞ്ജനങ്ങളും കൂടെ ചേരുമ്പോഴാണ് ചിഹ്നങ്ങൾ ഉണ്ടാവുന്നത് അല്ലെ. വ്യഞ്ജനങ്ങളുടെ കൂടെ സ്വരങ്ങൾ ചേരുമ്പോൾ അപ്പൊ ക പ്ലസ് ആയാണ് ഏത്? ക പ്ലസ് ആ ക. ക പ്ലസ് ആയാണ് ക. ക പ്ലസ് ആ എന്താണ്? എന്താ വരുക? ക പ്ലസ് ആ എന്താണ് അഡോണെ? ക പ്ലസ് ആ ക പ്ലസ് ആ ക. ക പ്ലസ് ആ എന്താ വരുക? കാല്ലേ മോനെ. അതിന്റെ കൂടെ ദീർഘം വരും അല്ലെ. കാ എന്ന് വരും. നെക്സ്റ്റ് എന്താണ്? ക പ്ലസ് ഇ ആണ് കി അല്ലെ. കി പ്ലസ് അപ്പോ എങ്ങനെയാന്ന് നോക്കണേ. ഇവിടെ ശ്രദ്ധിക്കണേ മക്കളെ. ക. അപ്പോ ഇതിന് ചന്ദ്രക്കല, ഇതിന് പറയുന്ന ചന്ദ്രൻ. ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്തായി? പ്ലസ് അറിയില്ല നിങ്ങൾക്ക്? അധികം എന്നുള്ള ചിഹ്നം പ്ലസ്. നിങ്ങൾ കണക്കിലൊക്കെ പഠിക്കുന്നത്, മാത്സിലൊക്കെ പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിച്ച സ്വരാക്ഷരങ്ങളില് ഫസ്റ്റ് അക്ഷരം, ആദ്യത്തെ അക്ഷരാണ് ആ അല്ലെ. ഇത് സമമാണ് എന്ത്? ക അല്ലെ. നമ്മള് ക ഖ ഗ ഘ ങ വ്യഞ്ജനങ്ങൾ പഠിച്ചേ. അപ്പൊ നെക്സ്റ്റ് ആ എന്ന ചിഹ്നം കീനോട് ചേരുമ്പോൾ, അതായത് ആ എന്ന സ്വരം രണ്ടാമത്തെ ഏതാണ്? എന്താ വരുക? ഇത് എന്നുള്ള വരുമ്പോ എന്ത് വരും? കാ അല്ലേ. എന്താണ്? എന്നുള്ള ചിഹ്നം ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഇങ്ങനത്തെ ചിഹ്നങ്ങൾ നന്നായി പഠിച്ചാൽ നിങ്ങൾക്ക് എന്താവും? എഴുതാൻ എളുപ്പമാവും. ഇപ്പൊ നമ്മള് പിള്ള അല്ലെ, നമ്മള് ഈ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചേ എന്താണ്? ക പ്ലസ് സമം എന്ത്? ക അല്ലെ. ഇങ്ങനെയാണ് ചിഹ്നങ്ങൾ. അപ്പൊ ക പ്ലസ് ഇ ആണെങ്കിൽ എന്താ വരുക? ക പ്ലസ് ഇ ആണെങ്കിൽ എന്താ വരുക? നൈജലിനെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്താ വരുക മക്കളെ? ജസ്വൽ ബിനു എന്താ വരുക? ഇവിടെ ഈ ആണെങ്കിൽ എന്താണ് ചിഹ്നത്തിൽ വരുക? കീ. ഓക്കെ, വെരി ഗുഡ്. കീ അല്ലെ. കീ പ്ലസ് ഇ ആണെങ്കിൽ കീ എന്ന് വരും. കീ പ്ലസ് ഇ കീ. മനസ്സിലായോ? അപ്പൊ മൂന്നാമത്തത് ഏതാ വരുക? ഇവിടെ കീ പ്ലസ് ഇ സമം കീ അല്ലെ. വള്ളി. വള്ളി ഇടണം. കാ എഴുതിയിട്ട് വള്ളി ഇടണം. അപ്പൊ എന്താണ്? കീ. എന്താ വായിക്കുക? അല്ലെ. കീ പ്ലസ്. ഓക്കെ, ഇതിൽ പറഞ്ഞിട്ട് പഠിക്കണേ. എങ്ങനെ എഴുതുന്തോറും കീ പ്ലസ് ഇ. അപ്പൊ കീയും നമ്മുടെ സ്വരങ്ങളിലത്തെ മൂന്നാമത്തെ അക്ഷരായ ഇയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ
കീ. ഇതാണ് ഈ കീ. മനസ്സിലായോ? കീ. കീ പ്ലസ് ഇ സമം. ഓക്കെ, അപ്പോ കീ പ്ലസ് ആ കാ, കീ പ്ലസ് ആ കാ, കീ പ്ലസ് ഇ. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിഹ്നങ്ങളിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇപ്പൊ പിള്ള എഴുതുമ്പോ പാ പ്ലസ് എന്താണ് പി പ്ലസ് ഇ ആണ് പി വരുന്നത്. പാക്ക് വള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്ത് വായിക്കും? പിള്ള. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ചിഹ്നങ്ങൾ കുറച്ച് നല്ലപോലെ ശ്രദ്ധിക്കണേ. എന്നാൽ നിങ്ങൾക്ക് ഇപ്പം പിള്ള എന്ന് പറയുമ്പോ അല്ലെങ്കിൽ എന്താവും വള്ളി ഇട്ടിട്ടില്ലെങ്കിൽ പല്ലാന്ന് പറയും. ഇപ്പൊ തെറ്റല്ലേ? തെങ്ങ് തങ്ങാവും കേട്ടോ, ഏച്ചിനുട്ടിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ചിഹ്നങ്ങൾ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങള് നല്ലതുപോലെ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കണം കേട്ടോ. സ്ലേറ്റ് പി പ്ലസ് ആ കാ, പി പ്ലസ് ആ കാ. അത് പി പ്ലസ് ആയാണെങ്കിൽ എന്ത് വരും? പ. പി പ്ലസ് ഇ പി. അപ്പൊ പിള്ള അല്ലെ. പിന്നെ നമ്മൾ പഠിച്ചേ വള്ളി, തുള്ളി. അപ്പൊ അതിനെല്ലാം ഈ ചിഹ്നാണ് ഇടേണ്ടത്. പിള്ളാക്ക് ഈ ചിഹ്നാണ് ഇടുന്നത് അല്ലെ. മുള്ള് അത് ചന്ദ്രക്കല്ല്. ഊച്ചിനുട്ടിട്ട് മാക്ക് ഊച്ചിഹ്നം. അപ്പൊ സ്വരങ്ങൾ, വ്യഞ്ജനങ്ങളുടെ കൂടെ സ്വരങ്ങൾ ചേരുമ്പോ എങ്ങനെയാണ് ചിഹ്നങ്ങൾ വരുന്നതെന്ന് നല്ലതുപോലെ ഇതേ ഇപ്പൊ മിസ് ഈ പഠിപ്പിച്ച കാ വെച്ച് നിങ്ങൾ മറ്റുള്ള അക്ഷരങ്ങളോട് ഒന്ന് സ്ലേറ്റിൽ എഴുതി നോക്കുക കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മുടെ സമയം കഴിയാറായിട്ടുണ്ടാവും. 1 മിനിറ്റേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് 2-3 പേരെ വായിപ്പിക്കാനുണ്ട് അല്ലേ. ഓക്കെ, ബൈ. സമയത്തിൽ ഉമ്മയിലെ എറിയാൻ തുടങ്ങി. ബൈ, സി യു. ഓക്കെ, നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ് കാണാം കേട്ടോ. അടുത്ത ആഴ്ചയാണേ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. Bye. See you.